കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ചാടുന്നതിന്റെ മനസ്സിലായില്ല എന്ന്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ് ശരിക്കും. കാരണം ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഉൾക്കടലിൽ എന്ന് വെച്ചാൽ കടലിൻ്റെ 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് വന്നിട്ട് മത്സ്യബന്ധനം കാണാന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ മത്സ്യം ചെറിയ ബോട്ടുകളിലൊക്കെ പിടിക്കുന്നത് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്കറിയാം. കാരണം ഒരുപാട് റിസ്ക് ആണ്. പുതുമുഖങ്ങൾക്ക് ശരിക്കും ഉൾക്കടലിലേക്ക് പോകാനേ പറ്റില്ല. കാരണം ഛർദി പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തായാലും ഇന്ന് എനിക്കൊരു വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കാണാനും നിങ്ങളെ കാണിക്കാനുള്ളൊരു വലിയൊരു അവസരമാണ് കിട്ടിയത്. അപ്പം നഷാത്ത് സഫീനാത്ത് എന്ന് പറയുന്ന ബോട്ടിൽ ഞാനിതാ ഉൾക്കടലിൽ ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞ്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഒരുപാട് പ്രോബ്ലമാണ് ശരിക്കും ഉൾക്കടലിലേക്ക് പോകുന്നത്. പരിചയമുള്ളവർക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇതാ ഇവിടെ ജസ്റ്റ് നമുക്ക് വിശദമായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ഈ വീഡിയോ. ഓക്കെ. ഉൾക്കടലിലേക്ക് എത്തുന്നത് വരെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരുപാട് യാത്രയാണ് ഉൾക്കടലിലേക്ക് എത്താൻ. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ. ഏകദേശം 60 പേരുണ്ട് ഈ ബോട്ടിൽ. 60 പേരിന് ശേഷം ബാക്കിൽ ബോട്ട് കണ്ട കെട്ടി വലിച്ചു വരുന്നുണ്ട്. അതാണ് കാണാൻ ഏറ്റവും വലിയ അതിശയം. ഒരുപാട് പേര് റെസ്റ്റ് എടുക്കുകയാണ്. കാരണം മത്സ്യബന്ധനം തുടങ്ങാൻ കുറച്ച് കഴിയും. അവർ ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ ഇങ്ങനെ ഇത് വഞ്ചി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ല ഈ കാഴ്ച കണ്ടില്ലേ? ശരിക്കും ഈ ബോട്ട്, വലിയ ബോട്ടിന്റെ ബാക്കിൽ 4 ബോട്ടുകളാണ് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇത് കയറിലിട്ട് കെട്ടിയതാണ്. ശരിക്കും അവരിങ്ങനെ ഇതിനെ ഫോളോ ചെയ്ത് വരികയാണ്. അത് ഡ്രൈവ് ചെയ്യണ്ടല്ലേ. ഇപ്പൊ സമയം ഏകദേശം 6:40 ആയിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രഭാതം എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണമൊക്കെ റെഡിയാക്കാനുള്ള പ്ലാനിലാണ്. കിച്ചൺ ഉണ്ട്, എല്ലാം സെപ്പറേറ്റ് ഉണ്ട് ഇവിടെ. ഏകദേശം മീന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് റഡാറിൽ. അപ്പം അതിനനുസരിച്ച് സ്രാങ്ക്, ഇവരാണ് സ്രാങ്ക്, റഷീദ് ഖാൻ. അപ്പം അവരിങ്ങനെ പറയും ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് വളയ്ക്കണം, ഇന്ന സ്ഥലത്ത് വലയിടണം. എല്ലാം സ്രാങ്ക് എന്ന് അറിയുന്ന ആളാണ് ഫുള്ള് ഈ ബോട്ടിനെ കൺട്രോൾ ചെയ്യുക. എല്ലാവരും ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലയിടാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അടിപൊളി സീനാണ് അല്ലേ? നടുക്കടലിലാണ് ഉള്ളത്, അതാണ് നമ്മൾ കാണേണ്ടത്. നോക്കി മീനിപ്പോൾ നടുക്കടൽ ഒരുപാട് ബോട്ടുകൾ നമ്മൾ ചുറ്റുവട്ടം കാണാനല്ലേ, ഒരുപാട് ബോട്ടുകൾ കാണാം. ഇപ്പം ഏകദേശം മീൻ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഇവിടെ നിർത്തിയിട്ടതാണ്. ഇവിടെ ചുറ്റുവട്ടം മീനുകളുണ്ട്. അപ്പോൾ സ്രാങ്ക് പറയുന്നുണ്ട് ഇവിടെ
കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. മീൻ ഉണ്ടായിരുന്നു, ഈ പരിസരങ്ങളിൽ മീൻ ഉണ്ടായിരുന്നു. എന്തോ സാങ്കേതിക പ്രശ്നം കൊണ്ട് മീനൊക്കെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും തരാൻ പോകുന്നു അവർ. ചിലപ്പം കുറച്ച് കാറ്റും കോളുള്ള ദിവസമാണ് ഇന്ന്. ശരിക്കും കുറച്ച് പ്രോബ്ലം ഉണ്ട് കടല്. സിറ്റുവേഷൻ കുറച്ച് മോശമാണ് കാലാവസ്ഥ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഇവിടെ മത്സ്യം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ വല ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ജെൽഫിഷ് ഇവര് അതിന് ചൊറി എന്നാ പറയാ, ചൊറി എന്ന് വെച്ചാൽ ഇത് ഒരുപാടുണ്ട് അത്ര ഇവിടെ കാണാൻ. ഒരുപാട് ശരീരത്തിൽ 90% ജലാംശമുള്ള ജലജീവിയാണ് ജെല്ലി ഫിഷ് അഥവാ കടൽ ചൊറി. ഇത് ഒരു മത്സ്യമല്ല. കുടയുടെ ആകൃതിയിലുള്ള ഇവയെ എല്ലാ സമുദ്രങ്ങളിലും കാണാം. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ജെല്ലി ഫിഷുകളും നിരുപദ്രവകാരികളല്ല. ബോക്സ് ജെല്ലി ഫിഷ് പോലുള്ളവ വിഷമുള്ളവയാണ്. മനുഷ്യനെ വരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണുള്ളത്. ആണല്ലേ? ഞാൻ വളരെ പ്രതീക്ഷിച്ചില്ല. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഉൾക്കടലിലേക്ക് പോകുമ്പോൾ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഛർദ്ദിക്കില്ലാന്ന്. പക്ഷെ ഭക്ഷണത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പഴം കഴിച്ച് കൂടെ പിടിച്ച് പെട്ടെന്ന് ഛർദ്ദിച്ച്. അപ്പം അതിൻ്റെ ഇതിലേക്ക് ഒരു തിമിംഗലം വന്നിരുന്നു, പക്ഷെ അതിൽ ഓണാക്കി ഇത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഭയങ്കര ദുഃഖം. തിമിംഗലം വന്നത് എല്ലാവരും പറഞ്ഞു വേഗം എടുക്കുക പറഞ്ഞു, പക്ഷെ എനിക്ക് ക്യാമറ ഓണാക്കാൻ ഒക്കെ പറ്റാത്തൊരു സിറ്റുവേഷനിലായി പോയി ഛർദ്ദിച്ചതിന് ശേഷം. എന്തായാലും ഇനി വരും, അടുത്ത് കാണിക്കാന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. അടുത്ത വരൂലേ തിമിംഗലം? ഞാൻ എവിടെ പോയാലും ഛർദ്ദിയില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇവിടെ ശരിക്കും അനുഭവിച്ചപ്പോഴേ ഈ പിടുത്തത്തിൽ കയറിയതാ, ഇപ്പോഴത്തെ എന്തെങ്കിലും കയറിയതാ. കറി വെക്കാനുള്ള സൂചയാണ് ഉച്ചയ്ക്ക് എല്ലാവർക്കും. ക്യാമറയിൽ ശരിക്കും കാണില്ല. അവിടെ ചെറിയൊരു ഷിപ്പ് കണ്ടില്ലേ, ബ്ലാക്ക് മാർക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരുപാട് മത്സ്യങ്ങളുടെ കൂട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. കാരണം ഇവർ സാറ്റലൈറ്റ് GPS കണക്ഷനിലുള്ള ഓരോ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ അവർ ഇൻഫോർമേഷൻ കൊടുക്കുന്നതാണ്.
ബോട്ടിൻ്റെ കൂടെയുള്ള ബോട്ടുകളാണ് ആ വരുന്നത്. മത്സ്യം ഇവിടെ കണ്ടിട്ടുണ്ട്, അതാ മത്സ്യം ഇവിടുന്ന് കാണുന്നുണ്ട് ശരിക്കും. ക്യാമറയിൽ കാണുമെന്നറിയില്ല, വളരെ ഒരുപാട് മത്സ്യങ്ങൾ കാണുന്നുണ്ട്, ഏത് മത്സ്യമെന്ന് അറിയില്ല. രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ മീൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മീനുണ്ട്. പക്ഷേ 2 ബോട്ട് വേറെ ബോട്ടും കൂടി അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ദൂരെ അവിടെ മീൻ ഒരുപാട് മാറ്റിയേക്കാൻ അയിലാവും. പക്ഷേ ഇത് എല്ലാവരും നല്ല ആകാംക്ഷയോടുകൂടി നോക്കിക്കാണ്. സ്രാങ്ക് ഉണ്ട്, ഈ ബ്ലൂ കളറിട്ട സ്രാങ്ക് റഷീദ് അവർ പറയുന്നതിനനുസരിച്ച് ആ ബോട്ടിൻ്റെ ഗതി പോകും, അതിനെ ചുറ്റും ചെയ്യാം, ഫിഷിനെ ചുറ്റുക ചെയ്യാം. അപ്പം അല്ല, അവിടെ ഇങ്ങനെ ചുറ്റി വരിക ചെയ്യുന്നത്. ശരിക്കും വേട്ടയാടി പിടിക്കുന്ന മാതിരിയാണ് ശരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അല്ല, മീൻ കാണുന്നുണ്ട്, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഈ ബോട്ടിനെ എങ്ങോട്ട് വലട്ട് മീൻ കണ്ട് വലട്ടത് ആൾക്കാർ ചാടി, വലൻ്റെ കൂടെ ആൾക്കാർ ചാടുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വല ലൂസായി അടിപൊളി സീനാണ്. ഇവിടെയാണ് മീനുള്ളത്. അപ്പം അതിന് ചുറ്റിട്ട് അപ്പം ചുറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ അവിടുന്ന് വന്ന് ഇങ്ങനെ ചുറ്റി വെപ്പത് വല അങ്ങനെ അവിടെ വളരെ നമ്മളിതിൻ്റെ ഒരു തലയാണ് അവിടെ കാണുന്നത്, നെറ്റിട്ടതിൻ്റെ തല. അപ്പോൾ ഒരു ചുറ്റി അവിടെ ഒരു പയ്യൻ അവിടെ ചാടിയിട്ട് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ നെറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വലൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാളുണ്ട് അല്ലേ, അങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ അവിടെ ഒതുക്കല്ല ഇപ്പോൾ ചാടുന്നതിൻ്റെ മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അത് റൗണ്ടിലാണ്, ഷേപ്പിലാണ് വരുന്നത്. വല ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് മീൻ ഉള്ളിൽ കൂടെ ഈ ബോട്ടിൻ്റെ അടിയിൽ കൂടെ പോകാതിരിക്കുകയാണ് അങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നത്. കണ്ടോ, അവർ വെള്ളം ഇളക്കുക ചെയ്യുന്നത്. വെള്ളം ഇളക്കിയതിന് ശേഷം പിന്നെ അപ്പം മീനുകൾ അങ്ങോട്ടേക്ക് വലൻ്റെ ഈ ചുറ്റുള്ള വലൻ്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതാണ് ഐഡിയ. വെള്ളം ഇങ്ങനെ അവരിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. മീൻ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ ഓരോ ബോട്ട് അവിടെ ഉണ്ട്. ഓരോ ഇവരെ എസ്കോർട്ട് ബോട്ടാണ് ആ കാണുന്നത്. 1, 2, 3, 4 ബോട്ടുകൾ. ഇപ്പോൾ ഇവിടെ ബോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ മെയിൻ ബോട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആക്കിയതാണ്. ഹാങ്കറൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ അവിടെ നിൽക്കും സ്റ്റോപ്പിൽ. നല്ല റിസ്കി പരിപാടി, ഭയങ്കര റിസ്കി പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കാഴ്ച തന്നെയാണിത്. കാരണം നമ്മൾക്ക് കൂടുതൽ പേർക്ക് അറിയില്ല ഫിഷിങ്ങിൻ്റെ യഥാർത്ഥ ലെവല് ശരിക്കും. കടൽ കാഴ്ചയുടെ ഒരു മാമാങ്കം തന്നെ പറയാം. അത്രയ്ക്ക് അടിപൊളി ഇഷ്ടപ്പെട്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും, എങ്കിലും വേണ്ടില്ല
കാണാത്തവരെ കാണിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കാരണം എല്ലാവർക്കും കടലിലെ കാഴ്ച കിട്ടാൻ പ്രയാസമാണ് ഫിഷിങ്ങിൻ്റെ. എസ്കോട്ട് ബോട്ട് ഈ സൈഡിലേക്ക് പോവാണ്. ഈ സൈഡിൽ പോയിട്ട് അവരിവിടെ പിടിക്കും. ഇതിനെ ഈ നെറ്റിനെ പിടിക്കുക ചെയ്യുന്നു അല്ലേ. അവിടെ ഒരു ഗ്യാപ്പ്, അവിടെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യണത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടില്ല എല്ലാ സൈഡും കാണാം. അടിപൊളി. ചെറിയ തോണി, ചെറിയ തോണിന്റെ ശരിക്കും എന്താ ഉപയോഗം? രണ്ടാളിങ്ങനെ പോയിട്ട് പൊന്തിച്ച് പൊന്തിച്ച് പിടിക്കാനല്ലേ. ഇതുണ്ട് ഈ ഇത് വേറൊരു ഐഡിയ പോയിക്കുന്നു. നേരെ മൂലക്ക് പോയിക്കോ. അവിടെ ഗ്യാപ്പ് അവിടെ പൊക്കണം അല്ലേ. അവിടെ നെറ്റ് കുറച്ച് താന്നുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാധാ തെർമോക്കോളിൻ്റെ സംഭവമാണ്. അതായിട്ട് അവർ അങ്ങോട്ട് പോകും. രണ്ട് പേരെ ഒരുമിച്ച് പോവാണ്. എന്തായാലും വല്ലാത്തൊരു സംഭവമാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്നെ അതിശയിപ്പിക്കുന്നുണ്ട് ശരിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ മത്സ്യം പിടിക്കുന്നത് എന്നുള്ളത്. വേറെ രണ്ടാമത്തെ ബോട്ട് തെർമോക്കോളിൻ്റെ ബോട്ട് രണ്ടാമത്തെ തോന്നുന്നു. ഒരുപാട് ടെക്നിക്ക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് മത്സ്യത്തിന് പുറത്തേക്ക് ചാടിക്കാതിരിക്കാനും പിടിക്കാനും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇതിങ്ങനെ വലിച്ച് അടുപ്പിക്കുക ചെയ്യുന്നത്. അപ്പം പൊങ്ങ് കാണുന്നില്ലേ ഓറഞ്ച് കളറിലെ, അതിങ്ങനെ ചുറ്റി റൗണ്ടിലുണ്ടാവും റാ ഷേപ്പിൽ. അപ്പോൾ ഇപ്പോൾ മീൻ ചാടുന്നുണ്ട്. അതാ മീൻ ഇവിടുത്തെ അപ്പുറം നടക്കണ്ടേ. ഇപ്പുറത്തെ തുന്നൽ കീറിയ വലകൾ കീറിയ നേരത്തെ കീറിയിട്ടുണ്ട് കുറച്ച്. അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ഓളുണ്ടാവാൻ പാടില്ല, മീനുള്ളിൽ ചാടിപ്പോകും.
ഏകദേശം നെറ്റൊക്കെ വല ഇങ്ങനെ അടുത്തോണ്ട് വരുന്നത് മൂന്നാമത്തെ റൗണ്ടാട്ടോ. കാരണം നമുക്ക് കാണാൻ ഏകദേശം അടുത്ത് വരുന്നത് അയിലല്ല അടുത്ത് വരുന്നുള്ളൂ. ഏകദേശം വളരെ അടുത്ത് നെറ്റ് റൗണ്ടെല്ലാം വളരെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. എടുക്കട്ടെ. അവിടുന്ന് വേഗം അങ്ങനെ വാഴ തടച്ചിട്ടു. ഒളുവന്റെ കൈമലാണല്ലേ ഇതാ ഒരു മീനും
എന്താ മീൻ? അതല്ല അവിടെ കൊടുത്തത് എന്നെ സംബന്ധിച്ചത് ഒരു വലിയൊരു എക്സ്പീരിയൻസാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു മത്സ്യബന്ധനം കാണുന്നത്. അപ്പൊ ഞാൻ മാത്രം എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇതിന്റെ ഫിഷിങ് കാണാത്തത്. അപ്പൊ അവരോട് കാണിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ കർമ്മം. നേരെ പോവാ. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഇത് ഏകദേശം ഇവര് ഈ തോണിയായിട്ട് നേരെ ചാലിയം ഹാർബറിലേക്ക് പോവാണ്. ഇത് അവിടെ ഫ്രഷായിട്ട് സെയിൽ ചെയ്യാൻ, പിന്നെ ഇവർ വീണ്ടും റിട്ടേൺ വരും. അങ്ങനെ ഇതിന്റെ സിസ്റ്റം നടക്കുന്നത്. അവർ പോവാണ്, അത് മത്സ്യമായിട്ട് അവർ പോവാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരം പോയിട്ട് റിട്ടേൺ തിരിച്ചു വരും അവർ. ഒരു ട്രിപ്പ് തന്നെയാണ് ഇത്. അപ്പുറം പിടിച്ച് പിന്നെ ഇപ്പുറം പിടിച്ച് ഒരേ ട്രിപ്പ് തന്നെ. സൂപ്പർ. തടിപ്പോരം ചെയ്യും. अजी जिंदा तुम्हारा नाम क्या? आपका? जानो जानू। कितना साल से आप इधर? 4-5 साल हो गया? 10 साल हो गया 10 साल हो गया। बहुत समुद्र में आप बहुत खेलता है. കാരണം ഓരോന്നിനും ഓരോ വർക്കാണല്ലോ. അപ്പോൾ ഇവർ ഭയങ്കര എക്സ്പേർട്ടായില്ല. ഇവിടെ ഒഡീസ ഉള്ളത്, ഒഡീസ അല്ലേ? ഒഡീസ തന്നെ. അപ്പോൾ നമ്മുടെ ഐക്കോറ സൂത മിക്സഡ് ആണ് അല്ലേ? ഐക്കോറ ഇത് ഫുൾ ഐക്കോറയാണ് ഇത്. സംഭവം എന്താ വെച്ചാൽ ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ, കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ കിച്ചൺ. ഈ ബോട്ടിൻ്റെ കറീൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളെ പേരെന്താ? അസീസ്. കത്തൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കേണ്ടതാണ്. ഒരുപാട് സ്റ്റാഫ് ഉണ്ടല്ലോ. എത്ര പേര്? 60-ഓ 70-ഓ? 55 ആൾ. 55 ആളാണുള്ളത്. അവർക്ക് വേണ്ടി കറി റെഡി ആയിക്കൊണ്ട് ഐക്കോറ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിക്കുന്നൂടെ കാണിച്ചു തരാം.
അപ്പോൾ 3 പ്രാവശ്യം നെറ്റ് ഇട്ട് കഴിഞ്ഞ് ഇനി 4ാമത്തെ പ്രാവശ്യത്തിന് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് നെറ്റ് വല അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഫൈനലായിട്ട്. കറി വെക്കുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി സന്തോഷത്തിന് ജോലി ചെയ്യുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടല്ലേ. ഒരു ഗ്രൂപ്പ് ആൾക്കാർ 60 ആൾക്കാർ ഒരുപോലെ സന്തോഷത്തിൽ ജോലി ചെയ്യുന്ന നമ്മളിവിടെ അടിപൊളി ആക്വറ വെച്ചിട്ടുള്ള ഫ്രഷ് കറിയാണ്. ഞാൻ കുറച്ച് നേരത്തെ കഴിക്കും. നേരെ 4 മണി 5 മണിയൊക്കെ ആയിട്ട് അവർ അടുത്ത ട്രിപ്പിലേക്ക് കഴിക്കും. സൂപ്പർ തന്നെ ഫ്രഷ് കടലിൽ കൂടെ പിടിച്ചിട്ട് ഇതിലേക്ക് കൂടെ ഇട്ടതാണ്. അടിപൊളി. അവർ കഴിക്കുന്നത് കാണിച്ചത് സൂപ്പറാണ്. മലക്കാവിനുള്ളിൽ ഗംഭീര ഗംഭീര ആക്വറ പീസുകളല്ലേ അടിച്ചിട്ടില്ലേ. ഇപ്പം എല്ലാവരും ലഞ്ച് ടൈമിലാണ്. സമയം 4 മണിയായി. ഭയങ്കര ബിസി ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂപ്പർ ആക്വറ ഫ്രഷ് ആക്വറ കടലിന് പിടിച്ചിട്ട് നേരെ പ്ലേറ്റിലേക്ക് അല്ലേ. നഷാത്ത് സെഫീനാത്തിൻ്റെ പെർമനന്റ് ക്യാപ്റ്റനാണ് നമ്മൾ കാണുന്ന പേര് അലി. പുതിയ റൗണ്ട് ഇടാൻ പോകുന്നതാണ്. അടിപൊളി ഐഡിയ ഉണ്ടല്ലേ. ഓട്ടോമാറ്റിക് വരും. ചൊറി എന്ന് പറയുന്ന ജെല്ലി ഫിഷ്. ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഇവിടെ വല ഇടാൻ പറ്റില്ല.
കേരട്ട് പൊന്നെ കാക്കണ്ട മല്ല ചെമ്മുട്ട് മല്ല കാക്കണം പൊന്നെ മുറിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഈ എപ്പിസോഡ് വളരെ രാവിലെ 6-5 മണിക്ക് തുടങ്ങിയതാണ്. എന്തായാലും ഈ എപ്പിസോഡ് വളരെ ഗംഭീര ഉൾക്കടലിലാണുള്ളത്. ഒരുപാട് നോട്ടിക്കൽ മൈൽ ഉൾഭാഗത്താണുള്ളത്. നഷാത്ത് സഫീനാത്തിന് അവസരം ഒരുക്കി തന്ന റഷീദ്ക്ക് വളരെ താങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവസാനിച്ച് എല്ലാവർക്കും ബൈ ബൈ പറയുന്നത്. താങ്ക് യു.